ഒരു ബിസ്ക്കറ്റ്. ഹലോ ഫെബിനെ, അന്നത്തെ പോലെ അനുഭവം പിന്നെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഉണ്ടായില്ല. പൈസയൊക്കെ കിട്ടിയോ? പൈസ ചെരുപ്പിന്റെ കിട്ടി, അതേപോലെ നഷ്ടപരിഹാരം കിട്ടി. 2 കിട്ടി. മുഴുവൻ കിട്ടി? മുഴുവൻ കിട്ടി. ജയിച്ചു അല്ലേ? ജയിച്ചു. കാക്കൂർ സ്വദേശിയായ ഫെബിന റമീസിന്റെ പോരാട്ടത്തിന് കാരണം ചെരുപ്പാണ്. കോഴിക്കോട് നഗരത്തിലെ കടയിൽ നിന്നാണ് ഫെബിന ചെരുപ്പ് വാങ്ങിയത്. 1000 രൂപ ഗൂഗിൾ പേ വഴി നൽകി. പണം അക്കൗണ്ടിൽ നിന്ന് പോയെന്ന സന്ദേശവും ലഭിച്ചു. എന്നാൽ പണം കിട്ടിയില്ലെന്നായിരുന്നു കടക്കാരൻ്റെ മറുപടി. പരിഹാസവും. നമ്മുടെ പൈസ വേറൊരാൾ വാങ്ങി വെക്കുക, അതേപോലെ നമ്മൾ കൊടുത്തില്ല എന്ന് പറയാം, ഒരു വിഷമല്ലേ. ഞാൻ പേയ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാലാണല്ലോ ചെരുപ്പ് തരിക. അപ്പോൾ ചെരുപ്പ് തരാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ തന്നില്ല എന്നവർ. അപ്പോൾ അവർ തന്നെ തിരിച്ച് വാങ്ങിച്ചു അങ്ങോട്ട്. അപ്പോൾ പറഞ്ഞ പേയ്മെൻറ്റ് കയറിയില്ല. അതാണ് വിഷയം ഉണ്ടായത്. അപ്പോൾ എനിക്ക് എൻ്റെ സമയവും പോയി, എത്രയും നേരം സെലക്ട് ചെയ്ത് എടുത്ത്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ പൈസ പോയിട്ടുണ്ട്. ചെരുപ്പ് തന്നില്ല, അതന്നെ അത്രയും ആൾക്കാരുണ്ട്. പിന്നെ എക്സ്ട്രാ ഞാൻ പേയ്മെൻറ്റ് കൊടുത്ത് അങ്ങനെ വാങ്ങിക്കാനുള്ള ഒരു ഉദ്ദേശമല്ലായിരുന്നു. ഇങ്ങനെ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഉണ്ടായ സമയത്ത് പിന്നെ സംസാരം ഉണ്ടായി. അവിടെ നിന്ന് സംസാരിച്ചു. ഞാൻ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്കിയപ്പോൾ പണം കടയിൽ നൽകിയതിന് തെളിവ്. കടക്കാരനെ വീണ്ടും സമീപിച്ചപ്പോൾ അതായത് കൂളായിട്ട് അവർക്കൊരു പ്രശ്നമില്ല, നിങ്ങൾ പോയിട്ട് കേസ് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ കേസ് കൊടുത്തു. ശരിക്കും അങ്ങനെ തന്നെയാണ് അത് പറഞ്ഞത്. അവർക്ക് ഈ കേസും കാര്യങ്ങളൊന്നും പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ. കാരണം എനിക്ക് ഒരു ഡൗട്ട് വന്നു, ഇനിയിപ്പോൾ ഞാൻ കേസ് കൊടുത്താലേ എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് പോയതാണ്. പക്ഷേ ഇവർ ഇത്ര ഉറപ്പിൽ പറയുന്ന സമയത്ത് അവർക്ക് അനുകൂലമായിട്ട് കിട്ടുമെന്ന് ഉറപ്പിച്ച് പറയില്ലേ, അതുപോലെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 5 സിറ്റിങ്ങുകൾക്ക് ശേഷം ഉപഭോക്തൃ കോടതി വിധി പറഞ്ഞു. ചെരുപ്പിന്റെ പൈസയും ഇക്കാലയളവിൽ ഫെബിനയ്ക്ക് അനുഭവിക്കേണ്ടി വന്ന മാനസിക വിഷമം കണക്കിലെടുത്ത് നഷ്ടപരിഹാരവും കടയുടമ നൽകണം. അത് 5 ഹിയറിംഗ് കൊണ്ട് എനിക്ക് വിധി വന്നു. എന്തായിരുന്നു വിധി? അത് ചെരുപ്പിന്റെ പൈസയും അതേപോലെ തന്നെ 5000 രൂപ നഷ്ടപരിഹാരം. മെന്റൽ അഗോണിക്കാണ് ആ ഒരു പേയ്മെന്റ് തന്നെ. അല്ലാതെ നോർമലി ചിലപ്പോൾ ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു എക്സ്പെൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ മതി. പക്ഷെ അതൊന്നും ആവശ്യപ്പെട്ടില്ല. കാരണം ഈ പൈസ എവിടെ പോയി എന്ന് കണ്ടുപിടിക്കണം. എനിക്ക് അത്ര അതിനുണ്ടായിരുന്നു. 1 മാസമായിട്ടും അവരവിടെ പേയ്മെന്റ് ഒന്നും കൊടുത്തില്ല. അപ്പം കോർട്ടിൽ നിന്ന് ഇനി അടുത്ത നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് എക്സിക്യൂഷൻ പെറ്റീഷനാണ്. അതായത് അവർ 1 മാസം ടൈമിനുള്ളിൽ തന്നില്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ചെയ്യാൻ പറ്റിയൊരു കാര്യം. അപ്പോൾ അത് കൊടുത്തു. എക്സിക്യൂഷൻ പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് അതിന് ശേഷം വരുന്നത്. അപ്പം അതവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പം വീട്ടിലോട്ട് അതിൻ്റെ DD അയച്ചു തന്നു. എന്നാൽ താൻ കേസ് കൊടു എന്ന ഒറ്റ വെല്ലുവിളിയിൽ നിന്നാണ് ഫെബിന കോടതിയെ സമീപിക്കുന്നതും ഉപഭോക്താവിൻ്റെതായ അവകാശം നേടിയെടുക്കുന്നതും. നമ്മളെല്ലാവരും ഓർക്കണം, നമ്മൾ ഓരോരുത്തർക്കും, പൗരന്മാർക്കും ഉപഭോക്താക്കൾക്കും ഈ വിധത്തിലുള്ള അവകാശങ്ങളെല്ലാം തന്നെ ഇവിടെയുണ്ട്. ഷജിൻ നരിപ്പറ്റിയോടൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.